നമ്മുടെ കാറ് ബൈക്കിൻ്റെയൊക്കെ ഹെഡ്ലൈറ്റിന് ക്ലിയർ കുറഞ്ഞു പോകും. അതായത് മഞ്ഞ കളറൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുള്ള പതിവ് എന്താണെന്ന് വെച്ചാൽ അത് ഒരു കുറച്ച് പഴക്കം ചെന്നതാണെങ്കിൽ അത് വേഗം ഹെഡ്ലൈറ്റ് മാറ്റിയിട്ട് നമ്മൾ പുതിയത് വെക്കും. അത് ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി വണ്ടിയുടെ തിളക്കത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ഹെഡ്ലൈറ്റ് വാങ്ങി വെക്കാറാണ് പതിവ്. പക്ഷേ പുതിയ ഹെഡ്ലൈറ്റ് വാങ്ങി വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ കമ്പനി വണ്ടിമേൽ വരുന്ന കമ്പനി ഹെഡ്ലൈറ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതേ ഒരു ഒറിജിനാലിറ്റി പിന്നെ ഏത് വാങ്ങിയാലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഹെഡ്ലൈറ്റ് മങ്ങിയ ഹെഡ്ലൈറ്റുകളൊക്കെ നല്ല ക്ലിയർ ആകും, അത് റീസ്റ്റോർ ചെയ്ത് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് മാക്സോളിൻ്റെ കമ്പനി സാധനം 155 രൂപയാണ് ഇതിന് വില. ഞാനിതുവരെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. അപ്പോൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ലൈവായിട്ട് തന്നെ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നമ്മളെ സ്ഥിരം ഇരയായ നമ്മളെ വണ്ടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കണ്ടാൽ അറിയാം, ഓവറായിട്ട് വാങ്ങിയിട്ടില്ലെങ്കിലും ഒരു നോർമലായിട്ട് വാങ്ങി കിടക്കുന്നുണ്ട്. നമ്മൾ ഈ വണ്ടി മേലാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. 50 ഗ്രാമാട്ടോ, 50 ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ വണ്ടി മേലാട്ടോ. ടെസ്റ്റ് ചെയ്തതിന് ശേഷം റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ മുകളിൽ കൊടുക്കും. ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധനം കിട്ടും കേട്ടോ. ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതുപോലെ ചെറിയൊരു പേസ്റ്റ് മോഡലാട്ടോ. ഒരുപാട് ആൾക്കാർ ഗോൾഗേറ്റ് അങ്ങനത്തെ ഒക്കെ ഹെഡ്ലൈറ്റിൽ പ്രയോഗിക്കാറുണ്ട്. പക്ഷേ അതൊന്നും വലിയ ഫലപ്രദമാവാറില്ല. ഇതിൻ്റെ ഉപയോഗം ഇതുപോലെ ഒന്ന് ഗ്ലാസ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മുണ്ടെടുത്തിട്ട് ഇതുപോലെയുള്ള ഒരു തുണി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി. യെസ്, ഇപ്പോൾ ചെയ്ത് നോക്കാം കേട്ടോ. എത്ര ടൈം! വാവ്, ചെറിയ സ്മെല്ലുണ്ട്. അപ്പോൾ എത്രത്തോളം സ്ക്രബ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ചെയ്യണമെന്നാണ്. ഈ ഒരു ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസിൻ്റെ മുകളിലുള്ള ആ ഒരു ലെയർ, ഗ്ലാസിൻ്റെ മുകളിലുള്ള ആ ലെയറിനെ റിമൂവ് ചെയ്യലാണ്. നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. നമുക്ക് റിമൂവ് ആകുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. കൈ ഒഴിയുന്നുണ്ട് കേട്ടോ. ഒരു പകുതി മാത്രം ഞാൻ റിമൂവ് ചെയ്ത് വെച്ചതാണ്, എന്നാലേ അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാവുള്ളൂ. ഞാൻ എന്താ ക്ലിയർ ചെയ്ത ഭാഗത്താണ് കേട്ടോ, ക്ലിയർ ചെയ്യാത്ത ഭാഗത്താണ്. ഇത് ശരിക്കും കുറച്ച് സമയം അടങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കണം, എന്നാലേ ഒന്നും കൂടി ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഉള്ളിലെ ബൾബുകളൊന്നും കാണാറില്ലായിരുന്നു കേട്ടോ. കാണാറില്ലായിരുന്നു. ഇത് ഇപ്പോൾ വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു പരസ്യമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. ഇവർ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കൊണ്ടു തന്ന സമയത്ത് എങ്ങനെയാണ് അതിന് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയണമല്ലോ. വണ്ടി ഇളകണമെന്ന് നോക്കണ്ട, വണ്ടി എടുക്കാത്ത വണ്ടിയാണ്. നമ്മളെങ്ങനത്തെ വീഡിയോകൾക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കാനും കഴിയുന്ന ഒരു വണ്ടിയാണ്. വാവ്, അമേസിങ് സ്മെല്ലുണ്ട് കേട്ടോ. വാ, ഞാൻ നല്ലോണം കാണാൻ കഴിയുന്നുണ്ട്. ക്യാമറയിൽ എത്രത്തോളം കാണാൻ കഴിയുന്നുണ്ട് അറിയില്ല. നിങ്ങളെ വണ്ടിയിൽ എന്തെങ്കിലും ഹെഡ്ലൈറ്റിൽ വാവ്, അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. വെട്ടിത്തിളങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുന്നേ ഉള്ളിലെ ഈ ബൾബുകളൊന്നും കണ്ടില്ലായിരുന്നു. കുറച്ചുകൂടി ഒന്ന് ചെയ്യാണ്ട് കേട്ടോ. നല്ലോണം ഒന്നുകൂടി ചെയ്താൽ അടിപൊളിയാവും. ഷെയറായില്ലേ? വെട്ടിത്തിളങ്ങിയില്ലേ? ഇപ്പോൾ സാധനത്തിന് ഒരു 100 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ 4000 റുപ്യ അല്ലേ? കാറിൻ്റെ ഗ്ലാസ്സൊക്കെ ക്ലിയർ ചെയ്യുമ്പോൾ എത്ര രൂപയല്ല? കാറിൻ്റെ ഗ്ലാസ്സൊക്കെ ഹെഡ്ലൈറ്റ് മാറ്റുമ്പോൾ എത്ര രൂപ ഉണ്ടാവും ചിലവ്? ഒരു 4-5 റുപ്യ ചിലവ് വരില്ലേ? ഒരു 4-5 റുപ്യ ചിലവ് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു പ്രൊഡക്റ്റ്
ഇതിനെ പേര് വേണേൽ കറക്റ്റായിട്ട് കാണിച്ചെടുതോ ഇതാട്ടോ. ഇതുപോലുള്ള ചെറിയൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ 150 റുപ്യൻ്റെ വില ഉള്ളൂ. 155 റുപ്യ, 155 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. ലഭ്യമാണ്. ആവശ്യക്കാർ വേണേൽ അതാ നമ്മളെ ഷോപ്പിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തരും കേട്ടോ. ഇനി ഒന്നുകൂടി ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല തിളക്കം വരും. അപ്പോൾ ഇങ്ങനെ മങ്ങി കൊടുക്കുന്ന ലൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഇതൊന്ന് വാങ്ങി പ്രയോഗിച്ച് നോക്കേണ്ടി. ഓക്കെ, നല്ല അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവർക്ക് ഷോർട്ട് ട്രൈ.